ഹായ് ഗായ്സ്, ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെ നാൾക്ക് ശേഷം നമ്മൾ വ്ളോഗുമായി തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ അതെ, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആണ്. നോർത്ത് ഇന്ത്യയിൽ സുപരിചിതമായിട്ട് എല്ലാവരും കഴിക്കുന്ന സ്ട്രീറ്റ് ഫുഡ് ആണ് നമ്മൾ ഇവിടെ ട്രൈ ചെയ്യുന്നത്. മോർണിംഗ് ഡിഷ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇതാണ് കഴിക്കുന്നത്. കേൾക്കുന്നു കാണുന്നു അറിയില്ല, കേരളത്തിൽ ആരും ട്രൈ ചെയ്തിട്ടുമില്ല. ആദ്യം നമ്മൾ ഇത് വെച്ചൊക്കെയാണ് നമ്മൾ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ വെറൈറ്റി കമ്പോണൻസ്. ആദ്യം നമുക്ക് മുട്ടയിൽ നമ്മൾ ഓരോ പാനീയങ്ങൾ ചേർത്ത് ഒരു അത് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഡിഷ്. അതെ, നമ്മുടെ മാത്രം പുതിയ റെസിപ്പി. നമ്മുടെ നന്ദു ഇത് നൂറ്റാണ്ടുകളായി എത്ര നാളായിട്ട് നീ ഇതിൽ റിസർച്ച് ആയിരുന്നു? കുറേ നാളായി. വളരെ ആ ഒരു ഫോമിൽ കിട്ടാൻ ഒരുപാട് പാടുപെട്ടു. അത് നെയിം ടു അത് നമ്മൾ റിവീൽ ചെയ്യല്ലോ, അവസാനം റിവീൽ ചെയ്യല്ലോ. കിട്ടി. ഇത് കണ്ടാൽ അതെന്തായാലും ഒരു ബ്രഹ്മാണ്ഡ സാധനമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ തട്ടുകടയിൽ ഭരിക്കാൻ പോകുന്നത് ആ സാധനം. ഓടിയത്തില്ലേ, കണ്ട് മേടിക്കില്ലേ. സോ ഗായ്സ്, നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടാം. ആദ്യം പഴം, മാഗി, ജംസ്, സേവ് പൂരി, മിച്ചർ, ഡയറി മിൽക്ക്, ചോക്കോ, ഓറിയോ, കൊക്കോള, സ്റ്റിംഗ് പവറിന് വേണ്ടി ഇച്ചിരി പവർ. പിന്നെ മുട്ട, മുളക്, സവാള, അത്ര ഒരു കോമ്പിനേഷൻ. എന്തായാലും ഇതൊരു ആദ്യമായിട്ട് എല്ലാവർക്കും കൺഫ്യൂസിങ് ആയിരിക്കും. കേരളത്തിൽ ആദ്യമായിട്ട് നമുക്ക് നമുക്ക് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് മുട്ടയും ഇത് ഈ പാനീയങ്ങൾ വെച്ച് ഓരോ ഡിഷ് ഉണ്ടാക്കാം. ഓക്കെ. പിന്നെ ഇത് കുക്ക് ചെയ്യണ ആർക്ക് സെലക്ട് ചെയ്യാം, ഇതിന് ഏത് അതിൽ ആഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഇതിന്ന് എടുത്തു വെച്ച് ഉണ്ടാക്കാം. പക്ഷെ തിന്നണമെന്നേ. ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അരുണിനെ ക്ഷണിക്കുന്നു. കളർഫുൾ ആയിട്ട് ഫാൻഡ് അല്ലെങ്കിൽ സ്റ്റിംഗ് മതി. എനിക്ക് കറുപ്പ് ഇഷ്ടപ്പെട്ടു. കോള ഒരു കളർ കിട്ടൂലെന്ന് തോന്നുന്നു. കൊക്കോളയ്ക്ക് എതിരാ ഇതെടുക്കും, ഫാൻഡ് എടുക്കാം. ഓക്കെ, തുടങ്ങാം. കത്തിക്കട്ടെ. പിടിക്കുമെന്ന് വിചാരിച്ചാൽ അവിടെ നോർത്ത് ഇന്ത്യയിൽ ചളങ്ങിയാണ്. അത് എങ്ങനെയാണ് സംഭവിക്കാറ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതൊക്കെ കുക്കിംഗിൽ സഹജമാണ്. കൈ പൊള്ളുക അതൊക്കെ ക്യാനല്ലാത്തോണ്ടാണ് കറക്കാൻ പറ്റാത്തത്. ഓക്കെ, ഒഴിക്കട്ടാ. ഓ, ഇങ്ങനെ ഇത് രണ്ട് മുട്ടക്ക് ഇത്രയും വെള്ളം വേണമായിരുന്നു. ഇവന് കൂടുതൽ വേണോ? കുറച്ച് വറ്റിച്ചോ? അത് എങ്ങനെ പറ്റിക്കാൻ? അല്ല, ഇത് മുട്ട ഇപ്പോഴിടും. മുട്ട കേട്ടോ. ഓക്കെ, മുട്ടത്തോട് ഇങ്ങോട്ട് പോയി തോന്നുന്നു. അതിനെ പിടിച്ചോ. സൂര്യകോളം പോലെ തിളങ്ങി നിൽക്കും. അത് മാറ്റിക്കോ. മഞ്ഞക്കരി പൊട്ടുന്ന പോലും ഇല്ല. അരുണിനെ കണ്ടിട്ട് സഹിക്കില്ല. ഇത് വേറെന്തോ സാധനമൊക്കെ ആയിട്ട് വരുന്നു. ഇനി ഇത് തക്കാളി അത് വേണം. അത് കയ്യിൽ തന്നെ വെച്ചരിയണമെന്നാണ് അവരുടെ ഒരു രീതി. വിരല് പോയി കഴിഞ്ഞാൽ പറയണേ. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നിനക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇപ്പം എന്തായാലും ഇത്രയും കൊളായ സ്ഥിതിക്ക് കുറച്ചുകൂടെ ഒന്ന് കൊളാക്കണം. ഇച്ചിരി കാണാൻ കൊള്ളാം. അത് വൃത്തിയിടാക്കാം. അത് വൃത്തി കൂടിപ്പോയി, ഒരു ടേസ്റ്റ് വരും. അത് വരരുത്. ഈ ഒരു ഫുഡ് എങ്ങനെ വൃത്തികേടാക്കാം, അതാണ് എൻ്റെ റിസർച്ച്. കഴിച്ചോ. അത് കുറഞ്ഞു വേണ്ട, കുറച്ചുകൂടെ ഇട്ടെ. തിന്നിട്ട് വാങ്ങിന്നെടുത്തിട്ടോ. നീ ഇത്ര മോശമായിട്ട് ഉണ്ടാക്കിയാലും അവരെത്ര വൃത്തികേട് വരുന്നില്ലടാ. അത് നല്ല വൃത്തികേടായിട്ട് ഉണ്ടാക്കും. നമുക്ക് ക്ലിക്ക് ബൈറ്റിനുള്ള ഒരു സാധനം ഉണ്ടാക്കും. നീ ഉണ്ടാക്കണ്ട. കുറച്ചുകൂടെ വൃത്തികേടാക്കണം. ജംസ് ആഡ് ചെയ്യണോ? കേസരി, ക്യാരറ്റ് ഹൽവ. ആരൊക്കെയാണ് എന്റെ ഡിഷ് കഴിക്കാൻ റെഡി ആയിട്ടുള്ളത്? അവന്റെ ആ ഒരു ആർട്ടിസ്റ്റിക് ടച്ച് നല്ല വൃത്തിയുണ്ട്.
ഗൈസ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഫാൻഡ എഗ് കിണ്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്യാം കുറച്ച്. നോർത്ത് ഇന്ത്യൻസിന്റെ സ്ഥിരം ഡിഷാണ്. പക്ഷേ ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല കേട്ടോ. അതാണ് പറഞ്ഞ ജംസ് ഇട്ടാൽ മതി, കളർഫുള്ളായി. അപ്പോൾ ടേസ്റ്റ് ചെയ്യാം. അല്ല ഞാനല്ല, നിങ്ങൾ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാം. എല്ലാരും ഇത് ടേസ്റ്റ് ചെയ്യണം, മറക്കരുത്. എല്ലാരും ഞാൻ എടുക്കാം. ടേസ്റ്റ് ചെയ്ത് ചൂട് പോട്ട് നീ പേര് പറയല്ലേ? അണ്ണാക്കി വിട്ടു. ഇല്ല കഴിക്കണ കൊട്ടാ. നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു. കൊള്ളാൻ തോന്നുന്നു. ദാസന് ഒരു 5 സ്റ്റാർ സാധനം ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ് കൂടുകൂടാ. അത് ഇത്രയും വേണ്ട, ഇത് കുറച്ച് കൂടുതലാണ് കഴിച്ചു. ഊതിയിട്ടൊക്കെ നന്നായി. കൊള്ളാം കേട്ടോ. Not bad guys, not bad. Not bad, to be honest, not bad. കഴിച്ചു കഴിക്കാണ്. മുട്ടയ്ക്ക് ഇത്ര അടിപൊളിയാണ്. നല്ല മധുരമുണ്ട്. കൊള്ളാം സാറേ, കൊള്ളാം ഗൈസ്. അപ്പൊ എന്തായാലും ഫാൻ്റെ വെച്ചിട്ടുള്ള മുട്ട അടിപൊളിയായിട്ടുണ്ട്. ദാസൻ കോരി അടിക്കുന്നു. പാതി തന്നെ തീർന്നിട്ടുണ്ട്. നാളെ ദാസന് വേറെ ഫംഗ്ഷൻസ് ഒന്നും കേമമായിരിക്കുന്നു. കാണുമ്പോ ഒരു വേറായിട്ട് തോന്നുമെങ്കിലും മോശമല്ല സാധനം. അതെ, നല്ല മധുരമുണ്ട് അല്ലേ? നല്ല മധുരം. കൊള്ളാം. പക്ഷെ എന്നാലും നമ്മൾ വിയേർഡ് കോമ്പിനേഷൻ ആയിരുന്നു നമ്മൾ ട്രൈ ചെയ്തത്. പക്ഷെ ഇത് നന്നായിട്ട് അത് ഇത്തിരി ബാഡാക്കാനായിട്ട് നമ്മൾ ബിനുവിനെ ക്ഷണിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇനി മുട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ദാസൻ എടുക്കട്ടെ. അവർ കളർഫുൾ ആകട്ടെ, ജീവിതവും കളർഫുൾ ആകട്ടെ. ഗുഡ് ചോയ്സ്. ആദ്യം നമുക്ക് എന്തായാലും കൊക്കോകോള കുറച്ച് ഒഴിക്കാം. എടുത്തിട്ടിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ അല്ല, ഇങ്ങനെ വേണം ഒഴിക്കാൻ. വീടായിട്ടുണ്ട്, പേടിക്കുകയേ വേണ്ട. ഇത്രയും മതി. അത്ര മതി. ഓക്കെ. എന്നിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ സിം ചെയ്തുകൊണ്ടിരിക്കണം. അത് ഫ്ലേവർ കിട്ടാനായിട്ട് ആദ്യമേ നമ്മൾ ഒണിയൻ ഇടണം. ഉള്ളി ഇട്ട് വേടോ. ട്രിക്ക് ഉള്ളി പക്കോട ബോയിൽ ചെയ്യണം. കൊക്കോകോളയിൽ ഇങ്ങനെ അലിഞ്ഞ് ചേർന്നു. സ്ട്രീറ്റ്സ് ഒക്കെ പോയിട്ടുണ്ടെന്ന് കേട്ടോ. കറക്റ്റ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഭയങ്കര അപ്പൊ ഇതിന് കുറച്ചുകൂടി ഇങ്ങനെ സിമ്മാണ്. സിമ്മായി വരുമ്പോ കുറച്ച് പച്ചമുളക് കൂടി ഇടും. പച്ചമുളക് നമ്മൾ ഇങ്ങനെ മുറിക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ കൈ ഇങ്ങനെ ചതച്ച് ഇനി എതിർത്ത് ഇവന്റെ കണ്ണി തേക്കണം. ഫീല് കിട്ടുന്നു. എനിക്കറിയാം നിനക്ക് അതേ ഇങ്ങനെ ചെയ്യുമ്പോ കണ്ട ഒരു കാരമലൈസ് വന്നതാണ്. കരിഞ്ഞ മണമാണ് വരുന്നത്. മുളക് കരിയുന്ന ഒരു മണം കിട്ടുന്നു. കരിഞ്ഞു ഗൈസ്. ഇനി സോൾട്ട് വേണം. ഇപ്പോഴും സോൾട്ട് ഇടരുത്. മുട്ട പൊടിച്ചു. എടാ, അവരിങ്ങനെയൊക്കെയാണ് തെറിപ്പിക്കും. അപ്പുറത്തിരിക്കാണ് തെറിപ്പിക്കും. വെറുപ്പിക്കുമെന്നാണോ നീ പറഞ്ഞത്? രണ്ടും ഓട്ടിച്ചിട്ട് പിടി. എന്നിട്ട് നമ്മളിങ്ങനെ So nice. ഇത് ഗ്ലാസ്സിൽ വെച്ച് കുടിക്കുന്ന ഐറ്റം ആണോ ഉണ്ടാക്കുന്നത്? അല്ല പായസല്ല. കുറച്ച് ടൈം കൺസ്യൂമിങ്. അത് മനസ്സിലായി. ഏതിന്റെ കൂടെ ആയാലും സ്ക്രാമ്പിൾ ആവേണ്ട സമയം കഴിഞ്ഞു. ഇത്തിരി ഇതാണെന്ന് തോന്നുന്നു. അല്ല ഇത് ഞാൻ സിമ്മാക്കി സമയം കുറച്ചുണ്ടോ. ഈ ചോക്ലേറ്റ് ഒന്ന് കാണേണ്ടതാണത്. ഇത് ട്രൈ ചെയ്യാനുള്ള ധൈര്യം ദാസ നിനക്കുണ്ടോ? അരുണെ നിനക്കുണ്ടോ? കമ്മീഷൻ ഇത് ബിനുവിന് ആദ്യം ട്രൈ ചെയ്യണം. ഇത് നിന്റെ ഓതന്റിക് ആണോ? നിനക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. അതാണ് കുമ്പളയൊക്കെ ഇല്ല, സ്ക്രാമ്പിൾ പോയി കഴിയുന്നു. ഇത് പായസമാണ്. നട്ട്സും കൂടെ ഇട്ടാ ചോക്ലേറ്റ് ഇത് ഡെസേർട്ട് ആണ്. എഗ് ഡെസേർട്ട്. കുറച്ച്
കുറച്ച് ഒരു അതിന് ഇത് മിക്സ് ആവും, ചോക്ലേറ്റിന് മിക്സ് ആവും, അപ്പോഴും കറുപ്പ് വരും. ചോക്കോസ് ലാസ്റ്റാണ്. വിനു ഇതിന്റെ ഫസ്റ്റ് ഉണ്ടാക്കി കഴിക്കുന്നത് ചില കോഴികൾ ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വിടുന്ന ഒരു സാധനമുണ്ട്. അതേപോലെ കളയില്ല, ഒന്നും കളയില്ല. എല്ലാം നോർത്ത് ഇന്ത്യൻ പോലെ ഇതിനെക്കാട്ടി നീ അവരെ കൂടെ വെറുപ്പിക്കരുത് പ്ലീസ്. ഇല്ല അവരെ വെറുപ്പിക്കുന്നുണ്ട്. ഇതൊരു ഇതായിട്ട് ഒരു ഡെസേർട്ടാണ്. ഓ ആദ്യം അങ്ങനെ അല്ലായിരുന്നല്ലോ. വടിച്ചിട് സ്ക്രാമ്പിൾ ആവൂലേ? സ്ക്രാമ്പിൾ ആവോടാ, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അല്ല അവരൊഴിക്കുമ്പോ സ്ക്രാമ്പിൾ ആവണതാണ്. അത് തീ കുറച്ചല്ലേ തീ കുറച്ചല്ലേ വെച്ചു, നീയല്ലേ കുറയ്ക്കാൻ പറഞ്ഞു. കുറച്ചുകൂടെ വൃത്തിയാണ്. അല്ല ഇതിനെ കുറച്ച് ഇതിന്റെ മാക്സിമം ആയെന്ന് തോന്നണ്ട. ഇനി ഒന്നും ആവില്ല, വൃത്തിയായാലേ ഉള്ളൂ. ഇനി ആവാൻ സാധ്യതയില്ല. ഒരു കൂറ് ആന്റിബയോട്ടിക്കിന്റെ മണം അടിക്കുന്നുണ്ട്. പനിയല്ലേ കഴിച്ചോ? എടാ ഇത് ഇപ്പൊ സ്മൂത്ത് ആയിട്ട് ഇറങ്ങുമല്ലോ, സ്മൂത്ത് ആയിട്ട് പോകും. എന്തായാലും നിന്റെ ഫുഡിന് സ്റ്റാൻഡേർഡ് കാണും. എനിക്ക് ഇരയിളക്കാനുള്ള മരുന്നിന്റെ ഒരു സ്മെല്ലായിട്ട് ഇടാൻ മറന്നൊരു സാധനം ഉണ്ട്, സോൾട്ട്. മറന്നുപോയി, ആദ്യമേ പറഞ്ഞു. അതിനും ആവശ്യത്തിന് എന്തായാലും ഇങ്ങനത്തെ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഫുഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് പരുത്തി പുണ്ണാക്ക് ഇറക്കി വെച്ച പോലെ ഉണ്ട്. കൂടെ വൃത്തിയാണ്. അത് ചിക്ക വൃത്തിയാണ്. ഇത് ഒരു സ്പൂൺ ഇപ്പൊ കഴിക്കരുത്, കൊതിയായോ? ഗാർണിഷ് ചെയ്യണം ചോക്കോ ഫിൽസ് വെച്ച്. അതുള്ളതുകൊണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടൂടെ. അത്ര മാക്സിമം ഇട്ടോ. ഇനി അതിട്ട് വൃത്തിയാക്കണ്ട, ഓരോരുത്തർ കൈ കൊടുത്താൽ പോരെ എന്റെ കൂടെ കഴിക്കാൻ. കയ്യിൽ വെച്ചിങ്ങനെ ശമ്പോ ചതക്കണൊക്കെ ചതക്കി. അതുപോലെ മറ്റേ നിന്റെ രീതിയിൽ തന്നെ ചതക്കി. ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല ഗൈസ്. ഇപ്പൊ ഇച്ചിരി ഇപ്പൊ കുറച്ചുകൂടെ ഒരു ഇപ്പം അത് തന്നെ പറിച്ചു വെച്ച് നോക്കുന്നുണ്ട്. വലിയ പീസ് അവന്റെ ഇനി ഞാൻ ആദ്യം ഉണ്ടാക്കിയ ആളെ തന്നെ കഴിക്കണം. ഉണ്ടാക്കിയാളെ കഴിക്കാനല്ല, കഴിഞ്ഞോട് ദാസൻ ഫസ്റ്റ്. ഇല്ല ഞാൻ കഴിച്ച ആദ്യം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എങ്ങനെയാണ് കുറച്ച് ആളെ എനിക്ക് ജീവിക്കണം. ചൂട് ഊതി കൊടുക്കണം. കുറച്ച് കുറയടാ. എങ്ങനെയാടാ കണ്ണി ചോറില്ലാതെ എനിക്ക് ഇരുന്നത്? ഉപ്പില്ലല്ലോ. ഉപ്പ് നീ കുറച്ച് കയ്യിലെടുത്തില്ല. കൈ തന്നാ മതി. മൊത്തം കൈ ഇടുന്നത്. കഴിച്ചിട്ട് പോടാ. അടുത്ത ഇല്ല അടുത്ത നീ നിങ്ങൾ കഴിച്ചു, രണ്ടാമത് നീയാണ് കൊടുത്തത്. ചില ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ നിൽക്കുമ്പോഴല്ലോ അത് വൈവ കഴിഞ്ഞിട്ട് ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ചൂടായി താഴെ വെച്ചിട്ട് പാടി ഉണ്ടോ? കുറച്ചേ മതി. കൊറേ കൊടുക്കണേ. ഇല്ല ഒരു നേരം ഫുഡ് കഴിക്കണം എന്നുള്ളതായിട്ട് ജീവിതം. എനിക്ക് കുറച്ച് ഉപ്പ് വിതരണം. ഒരു ഒപ്പും തരൂല. ഉപ്പ് വേണ്ട. ഡിഷ് മാറും. കുറച്ച് ഇതിന് പാതി മതി. അല്ല നീ ഉപ്പ് എടാ ഇത് ബാക്കി നിന്റെ ഉപ്പിന്റെ ടേസ്റ്റും കൂടെ പോകും കഴിച്ചാ. നീ ഉണ്ടാക്കാൻ കൊടുക്കാം. ഇഷ്ടപ്പെട്ട ഇനി ഞാൻ കഴിച്ചു. അല്ല കൈ പിടിച്ചു അതുപോലെ വൃത്തിയോടായി. ഇത്രയും വേണ്ട. അത് വേണ്ടേ പറയാതെ. നീ അവരോട് പറഞ്ഞു കൈ താത്ത് വയ്ക്കുക. സമാധാനമായിട്ട് കഴിക്കണം, ആസ്വദിച്ച് കഴിക്കണം. ത്രിലോകം, 3 ലോകം,
സ്മെല്ല് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, സ്മെല്ല് എടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് ഉപ്പിന്റെ കുറവ് സൂപ്പറാണ്. ഒരു സ്പൂൺ കൂടെ കഴിക്കാം. വേണ്ട വേണ്ട ഉപ്പിന്റെ കുറവല്ലേ? ഇപ്പൊ ഛർദിച്ചിട്ടില്ല ഛർദിക്കും. ഗൈസ് ഇപ്പൊ എന്തായാലും സൂപ്പർ വീഡിയോയിൽ ഇതാണ് ഫസ്റ്റ്. ഇപ്പൊ സൂപ്പർ വീഡിയോയിൽ ഇതാണ് ഫസ്റ്റ്. വെരി ഗുഡ്. ട്രൈ ചെയ്യണ്ട. ഇപ്പൊ ഗൈസ് എന്റെ ഗംഭീരമായ ഡിഷിന് ശേഷം അവർക്ക് എല്ലാവർക്കും എന്തൊക്കെയോ പറ്റി. കുറച്ച് ബ്രേക്ക് എടുക്കും. ഇത് 3ാമത്തെ ദിവസമാണ്, അന്നല്ല, മൂന്നാമത്തെ ദിവസമാണ്. കണ്ടിന്യൂറ്റിക്ക് എല്ലാ ഡ്രസ്സും ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി അടുത്ത ദാസനാണ്. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ മുട്ട ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഓഫ് ഇന്ത്യ. അതും കൂടെ ഇടോ? അത് കഴിക്കൂല, ഇതെനിക്ക് കഴിക്കാൻ പറ്റില്ല. സ്റ്റിങ് അവൻ തിരിച്ചാണ് കേട്ടോ, റിവേഴ്സ് എന്തോ. ഓ രംഗോലി. ഇതുമല്ല ബ്രെഡില് ജാമു പോലെ വീട്ടിൽ കിണ്ടും. നേരത്തെ നമ്മള് ചെയ്യണ തന്നെ ആദ്യം മുട്ട വീണു, പിന്നെ കിണ്ടും. സ്ട്രോബെറിന്റെ മണം അടിക്കുന്നുണ്ട്. പിന്നെ ഇത് സ്ട്രോബെറി ഫ്ലേവർ അല്ലേ? കുറച്ച് മുളക്. കൈ വെട്ടിയിടല്ലേ? വലിയ തൊണ്ട. ദാസം 150 വെട്ടി, പക്ഷെ വലിയ പീസായിട്ടാണ്. എടാ വാഴത്തടയല്ലേ ഇത്, സവാളയാണ്. അവിടെ അങ്ങനെയൊക്കെയാണ് തരണം. ഉള്ളിയാ വലിയ പീസായിട്ട്. ദാസന്റെ മെയിൻ ദാസനില്ല. കൂടുതൽ ഇടുന്നില്ലേ? പറ്റൂല. ഇവിടെ കുറച്ചുകൂടെ വൃത്തിയാക്കാനുള്ള സാധനങ്ങളുണ്ട്. നല്ല എന്തെങ്കിലും വേണോ? മനഃപൂർവ്വം പുള്ളിയാടാ? വേറെ എന്തെങ്കിലും സാധനം വേണോ? ഇല്ല ഇത് എങ്കിലും നമുക്ക് ഒതന്റിക് സ്റ്റിങ് ആയിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോഴ് ഏതാണ്ട് നമ്മുടെ പൂർത്തിയാവാൻ പോകുന്നു. വെള്ളം പറ്റാനുണ്ട്. സ്ക്രാമ്പിൾ ആയടാ, കഴിക്കാൻ തോന്നും. അല്ല അങ്ങനെയല്ല, കഴിക്കാനുള്ളൊരു ഇതിലായാലും. അപ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റിങ്ങും മുട്ടയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു നല്ലൊരു പേരിട്ടോ നിങ്ങൾ? അത് ഇത് കഴിഞ്ഞിട്ടിടാം. നല്ല കളറാണ്, പറയാതിരിക്കാൻ വയ്യ. അതെ റോസ് കളർ, നല്ല കളറായിട്ട്. ഇത് കൊള്ളാം കേട്ടോ, കാണാനൊരു പ്രീമിയം ഫീൽ ഉണ്ട്. അപ്പോൾ ദാസ നീ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യണം? ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൽ വെറൈറ്റി ആയിട്ട് ഒരു ജെംസിന്റെ കുറച്ച് കളർ, പിങ്ക് മാത്രമേ വയലറ്റ് ആണ് നമുക്ക് ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. അത് കൊള്ളാം. പിങ്ക് പിങ്ക് വേണ്ട, മഞ്ഞിട്ട്. ഇപ്പൊ നമുക്ക് ആദ്യം സീക്കയ്ക്ക് എണ്ണ കൊടുത്തു നോക്കാം. ഒരു ഇതും കൂടെ എടുക്കുക, ഒരു ജെംസും കൂടെ എടുക്കുക, ഒരു മുളകും കൂടെ എടുക്കുക. ഒരു വലിയ പീസ് എടുത്തോ ഉള്ളിയും കൂടെ. അതൊന്നും കുഴപ്പമില്ല, ഈ കഴിച്ചു. കൊള്ളാൻ തോന്നുന്നു. ഭേദമാണ്, കൊള്ളാം. സവാളയൊക്കെ താഴെ ഇടും. എന്റെ വെണ്ടയ്ക്ക വെറുതെ സവാള താഴെ ഇടും. ടേസ്റ്റ് പോകും തോന്നാ. ചൂടുണ്ടാ? ഉപ്പിട്ട കൊളാക്കി ഊതിക്കോട്ടെ. ഊതി കളയല്ലേ? കിട്ടിയ പൊളിക്കും. എങ്ങനെയുണ്ട്? അതോടെ പോടാ. ഇത് അവിടെ പോയി നോർത്തിൽ പോയി അവരുടെ ഡിഷ് എന്ന് പറഞ്ഞാൽ മുഖത്തടിക്കും. ഉപ്പിട്ട് ഉളാക്കിന് മര്യാദയ്ക്ക് മറ്റേ ടേസ്റ്റ് ആയിരുന്നു തോന്നുന്നു. ജംസ് വേസ്റ്റ് ആയത്, ജംസിനെ ചൂറ്റാക്കാൻ കുറ്റം പറഞ്ഞു. ഇത് ടോളോട്ട് ഇത്തിരി ടേസ്റ്റ് ആണ്. അതിൽ മൂന്ന് പാനീയത്തിൽ ഏറ്റവും നല്ലത് പാനീയം.
ഇനി CK-യുടെ വരവാണ്. ഇനി CK നമ്മുടെ OSBയുടെ സിഗ്നേച്ചർ ഡിഷ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറ്റ് വിൽ ബി ഡെമോൺസ്ട്രേറ്റഡ് ബൈ CK. അപ്പോൾ പറഞ്ഞോട് സാധനത്തിന്റെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പേരാണ് OSB മാഗി. ഓറിയോ ബനാന പിന്നെ തെറ്റിച്ചല്ലേ ഓറിയോ സ്റ്റിംഗ് ബനാന ബാഗി. കേരളത്തിന്റെ തനതായ പ്രിപ്പറേഷൻ. കേരളത്തിലാണോ ഇവിടുത്തെ മതി? നമ്മുടെ പഴം ഇല്ലാതെ എന്ത് പരിപാടി? പച്ചപ്പഴം നമുക്കല്ലേ ഉള്ളൂ. ഈ സാധനം CK കുറെ നാളുകൊണ്ട് ഇത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴം വെച്ച് OSBക്ക് എന്ത് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് കണ്ടുപിടിച്ച് പഴം ബേസ് ആയിട്ട് റിസർച്ച് ചെയ്തുണ്ടാക്കി. നമ്മൾ ആദ്യമേ പിന്നെ അല്ലാതെ എന്തിന് 2 മിനിറ്റ് വെള്ളത്തിലാണ് വേദം പുള്ളി പറഞ്ഞത്. നമുക്ക് വെള്ളം ചേർക്കാന്ന് വിചാരിക്കൂടാ, പൊട്ടിക്കടാ. ആരും പോവാത്ത വഴികളിൽ കൂടെ വേണമെങ്കിൽ കൊക്കക്കോള ഉപയോഗിച്ചാടാ. കൊക്കക്കോള സത്യം ചോക്ലേറ്റ് വൃത്തിയിടാക്കിയതാ. സ്റ്റിംഗ് ഇല്ലെങ്കിൽ എസ് ഇല്ല. കുറച്ചുകൂടെ സ്റ്റിംഗ് വേണ്ടി എസിന് വേണ്ടിയാണ് എസിന് വേണ്ടി നമ്മൾ ഇത്രയും ചെയ്യണ്ടേ? കൊക്കക്കോള ഇല്ല, കുറച്ച് വെള്ളം എടുത്തത്. വാങ്ങേണ്ടി വരും. ഇല്ല അതിൽ വെള്ളം കുറച്ച് ഇതിൽ വെള്ളം നിറച്ചിടണം. ഒഴിക്കാൻ പറയുന്നു ആശാനെ. പിന്നെന്ത് കുറച്ച് ഒഴി. മതി സ്റ്റിങ്ങിന്റെ മണം വന്നു. ഇത് വേഗം. വെള്ളം കറക്റ്റാണ് കേട്ടോ. വെള്ളം കറക്റ്റായി അതാണ് മസാല പൊട്ടിച്ചു തരൂ. കമോൺ പൊടിച്ചു ഈ വൃത്തിയുടെ ഒരു കൊള്ളാം. കളർഫുൾ നൂഡിൽസ്. കൊള്ളാം. ഇത്രയ്ക്കൊന്നും വേണ്ടേ? ഇനി ഇതിൽ എന്തൊക്കെ ഇടും? ഇനി നമ്മൾ മെയിൻ ഐറ്റം എന്താണ്? ആ ബൗൾ എടുത്തിട്ട് എവിടെയൊന്നും ബൗൾ ഉണ്ടായിരുന്നല്ലോ. ഓയും വന്നില്ല, ബിയും വന്നില്ല. അത് നമ്മളുടെ മെയിൻ ഡിഷാണ്. നിനക്ക് എന്ത് ചെയ്യണം? പഴം അരിഞ്ഞോ? അരിഞ്ഞോ? അത് ഫ്യൂസ്ഡ് ആയിട്ട് വരണം. ഫ്യൂസ് നമ്മൾ എടുത്തിട്ട് തന്നെ പിതുക്കി പൊഴുക്കിയെടുക്കണം. നീ കൈ കൊണ്ട് പുഴുകണ്ട. എനിക്ക് മനസ്സിലായി അവന്റെ കൈ കൊണ്ടുള്ള പരിപാടി ഇരിക്കുക. അത് വേണ്ട. അത് ആൾക്കാർ ചിലപ്പം ടിവിയിലും എല്ലാം കാണാണെങ്കിൽ തുപ്പിത്തേ കേട്ടോ. ഞാനുള്ള കാര്യം പറഞ്ഞേക്കുക. നമ്മൾ ഈ സാധനം കണ്ടിട്ടുള്ളതാണ്. നേരിട്ട് കണ്ടിട്ടുള്ള കുഴപ്പമില്ല. ഇതിപ്പോ ആദ്യമായിട്ടാണ് പഴുത്ത പഴം നോക്കി മേടിക്കാം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ അവന് കൈ കൊണ്ടുള്ള ഒരു പരിപാടി അതെല്ലാവർക്കും കാണോടാ. എനിക്ക് കൈ മടക്കുമ്പോ വീണ്ടും 5 വിരൽ വരും. അമ്മാതിരി മാജിക് അറിയാം. നീ ഒന്നും ഇത് ചെയ്യാനില്ല. എടാ അതൊന്ന് നിനക്ക് ഞാൻ വേണ്ട. നിനക്ക് എന്താ അങ്ങനെ ദാസൻ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ദാസന് നല്ല കൊതി വരുന്നുണ്ട്. ദാസൻ ഈ കളറ് എന്താ പറയുക, ദാസന് ഈ മാഗി കഴിഞ്ഞാൽ ഡെസേർട്ട് കഴിക്കണമെന്ന് ആഗ്രഹമാണ്. അപ്പൊ ഇതിപ്പോ ഡെസേർട്ടായി മാഗി ആയി. ഒരുമിച്ച് കഴിക്കല്ലോ. ഇത് എനിക്ക് മണം തന്നെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഇത് ഭയങ്കര രീതിയിൽ കഴിക്കുന്ന ഒരു കാര്യമാണ്. ഇതാ കളറ് വ്യത്യാസം ഹിന്ദി ഡബിങ് ഇട്ട് അവരൊന്ന് ഇടിക്കും. ഇത് അവര് പോരാടാ. മതിയടാ, കുറച്ച് ചവക്കയും കിടക്കട്ടെ. കാരണം ഇതിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പഴം ഇടുന്നതിനോട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ OSB യോജിക്കുന്നില്ല. ഞാൻ ഇതിൽ തന്നെ ഞാൻ യോജിക്കുന്നില്ല. പിന്നെ പഴം നിർഭാഗ്യമായി നമ്മുടെ ഓറിയും പഴം കൂടെ മിക്സ് ചെയ്യുന്നു. OSBയുടെ പേര് മാറ്റാൻ തോന്നുന്നില്ല. തോന്നുന്നുണ്ട്. ചെറിയ വലിയ പേര് കിട്ടാതെ ബി കൊണ്ട് നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലല്ലേ? ഇല്ലടാ, ഇത് ഓറിയോ ഉള്ളപ്പോ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ഇത് കൈ കൊണ്ട് ഞെക്കിപ്പിടി. ഇല്ല മറ്റേ ഇത് ഗ്രേറ്റിക്സ് കത്തി മുറിച്ചല്ലാത്തോണ്ട് കുഴപ്പമില്ല. അതെ, എന്റെ വിരൽ കയ്യും കൂടെ വിടൂടാ അതിനകത്ത്. OSB ഓ കയറിയിട്ടുണ്ട്. രണ്ട് ബിസ്ക്കറ്റെങ്കിലും ഇടുക. അല്ല ഓയോ തീരെ കുറഞ്ഞു പോയ പോലെ. ആരുണ്ടെങ്കിൽ വേണ്ടി എനിക്ക് ബിനുവിനും കൂടെ വേണ്ടി പറഞ്ഞത്. എനിക്ക് വേണ്ട, അത് ഞാൻ കഴിച്ചോളാം. ഇത് മറ്റേ ശർക്കരയൊക്കെ നമ്മള് അതേപോലെ ഇലയപ്പത്തിൽ ശർക്കരയൊക്കെ ഇടൂലേ, അതേപോലെ ഇങ്ങനെ ചീവി ഇടുക. ഒരു ദിവസം സെറ്റായി. പഴം ബാഗ് ഇട്ടാ നിങ്ങളെല്ലാം വിചാരിക്കും പഴം ഇതിന്റെ മുകളിലാണ്.
ഇനി ആ ബീയും കൂടെ വരുമ്പോ ഉള്ള സ്ഥാനം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അപ്പോഴേ സമ്പൂർണ്ണ. ഇത് നിങ്ങളൊരു വലിയൊരു മാസ്റ്റർ പീസിനെയാണ് ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ തനതായ പഴം, പച്ചപ്പഴം, എടാ മതി, നോർത്ത് ഇന്ത്യയുടെ ചുവപ്പ്. ഇനി ഇതൊരുമാതിരി ഉണ്ട പോലെയാവും. ഉരുട്ടിയെടുക്കാൻ പോവേണോ? പിന്നോ? ഓഫ് ചെയ്താ പിടിക്കൂ. തീ ഓഫ് ചെയ്താ? പിന്നല്ലാതെ ട്വിസ്റ്റ് ഇല്ലാതെ എന്തോ OSB എന്നും ഒരു പറയും. എന്തായാലും ആ പഴം മൂടിയാ നന്നായി. അപ്പൊ പഴം ആര് പറഞ്ഞു മൂടിയെന്ന്? ഒരു സാധനവും മൂടപ്പെടില്ല. അമ്മ അയ്യോ എന്റെ അമ്മ എന്തിനാടാ നീ കാണാൻ വയ്യ. ഇത് വെജിറ്റേറിയൻ ഡിഷാണ്, അതുകൊണ്ട് ഉല്ലാസിന് ആദ്യം കൊടുക്കാം. അല്ല ഇത്രയും നേരം നമ്മള് മുട്ട നോൺ ഇനി വെച്ചാണ് ഉല്ലാസിന് വേണ്ടി ഒന്നും കൊടുക്കുന്നില്ല. എന്റെ ഡിഷ് എനിക്ക് തിന്നാൻ സ്വാതന്ത്ര്യം തരണം. അത് ഷെഫിന്റെ എന്റെ പ്രിവിലേജ് ഇല്ലേ നിനക്ക് തരുന്നത്? ഷെഫിന്റെ സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്ത് പഴത്തിന്റെ മണം കൂടെ വന്നോണ്ടല്ലോ ഫുഡ് ഉണ്ട്. ഡിഷ് ഒന്ന് കാണിച്ചോട്ടെ. ഒരു വെജിറ്റേറിയൻ, പ്യൂർ വെജിറ്റേറിയനാ. സ്മെല്ല് എങ്ങനെയുണ്ട്? ആദ്യം സ്മെല്ല് ചെയ്യണം, എന്നിട്ടാണ് ടേസ്റ്റ്. എടാ നളം പറഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ അതിന്റെ സ്മെല്ല്. കഴിക്കുന്നവരുണ്ടെന്ന് അവൻ ജീവനോടെ മീനു കം ഓൺ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ കൈ ഇങ്ങനെ സ്മെല്ലാണ് പ്രശ്നം. എന്നാ അതിലിട്ട് സ്മെല്ല് കളയണമെന്നില്ല. അങ്ങനെ പഴം ചെയ്യൂല. എനിക്ക് പഴം ഇഷ്ടമില്ല. പഴമില്ല. അരുണോട് കഴിക്കുമ്പോ OSB ഓയും കൂടെ ചേർത്ത് കഴിച്ചാൽ കുറച്ച് OSB ആയിട്ട് തന്നെ കൊടുത്താൽ നിനക്ക് ഞാൻ കഴിക്കാൻ അറിയാം. എന്തായാലും കുഴപ്പമില്ല, സ്മെല്ല് കുഴപ്പമില്ല. നളൻ പറഞ്ഞ പോലെ സ്മെല്ല് ചെയ്യുന്നോ? പേടിക്കയില്ല, ഇച്ചിരി ഛർദിക്കുമെങ്കിലും വയറ് ക്ലീനാ. നീ കഴിച്ചാ? ഇല്ല ഇനി കഴിച്ചു. ഞാനാണ് തരുന്നുണ്ട് കേട്ടോ. നീ കഴിക്കണേ, ഇത് കഴിക്കുക. മണമേ ഒരു പ്രശ്നമേ. മണപ്പിക്കാതെ OSBക്ക് ഒരു നോർത്ത് ഇന്ത്യയിൽ പേര്. ഓക്കെ ഗൈസ്. അയ്യോ, ഇനി നമുക്ക് ഷെഫിന് കൊടുക്കാം. ഷെഫിന് എന്ത് നേറ്റ് വാങ്ങാൻ ഞാൻ റെഡിയാണ്. ഷെഫ് അത് അവൻ കഴിക്കൂടാ, എൻജോയ് ചെയ്ത് കഴിക്കും. കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയ പഴം കൂടെ കൊടുക്കും. ബീയും ഓയും കൂട്ടിച്ചേർത്ത് പഴം ഫുള്ളായിട്ട് കൊടുക്കണം. നിന്നോട് ഞാൻ അതോടല്ലേ ഞാൻ കണ്ണടച്ച് കൊച്ചുകുട്ടികൾ കഴിക്കില്ല. അപ്പൊ ഒന്നുകൂടെ വിഴുങ്ങിയാ ഒന്നുകൂടെ. ഉണ്ട് കേട്ടോ. പറ്റിയില്ല പാടിയല്ല. പഴം ഉണ്ടല്ലോ, പഴം അങ്ങനെ ഭയങ്കരമായിട്ട് വളവള.
തുടച്ചിട്ട് പറ. അപ്പൊ guys, ഇതൊരു എക്സ്പെരിമെന്റൽ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതെ അതെ. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടി ഒരിക്കലും കൊടുക്കരുത്. അല്ല ഇഷ്ടപ്പെട്ടു എല്ലാവരും മാർക്ക് കുറഞ്ഞു വാങ്ങിക്കുക അല്ലെങ്കിൽ കൊണ്ടൊക്കെ കാണിച്ചിട്ട് വരിക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് നന്നാവും. കുട്ടികൾ നന്നാവാൻ പറ്റിയൊരു ഡിഷ് ഇത് കാണിച്ചു കൊടുത്താൽ മതിയല്ലേ, ഉണ്ടാക്കിയൊന്നും കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് റാങ്ക് ചെയ്താൽ എങ്ങനെയാണ്? റാങ്ക് ചെയ്ത് മീൻസ് ഏറ്റവും മോശം എന്നുള്ള രീതിയിലാണ്. തിരിച്ചു ചെയ്യണല്ലേ ഇതിൽ നല്ലത്. ഫസ്റ്റ് റാങ്ക് ഞാൻ മേടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ റാങ്ക് ബിനു. പിന്നെ ഓ, രണ്ടാമത്തെ അത് തന്നെ. മൂന്നാമത്തെ റാങ്ക് ലാസ്റ്റ് എനിക്ക്. വേണമെങ്കിൽ രണ്ടാമത്തെ റാങ്ക് കൈയാക്കായിരുന്നു. അപ്പൊ എന്തായാലും സീക്കാണ് ഇതിലും ജയിച്ചു. പിന്നെ വിജയം കൊണ്ടേ വരൂ, ഉറപ്പാ. പഴത്തിൽ പിടിച്ചാൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് അടിക്കാം. അതാണ് ശരിയാണ്, പഴത്തിലാണ് പിടിച്ചോളാം. ലുക്കിൽ വരെ ഞാൻ പിടിച്ച ആദ്യം. ലുക്കിൽ ഞാൻ വിളിച്ചു. ഓ അങ്ങനെ. Guys, ഇതെന്തായാലും നമ്മളൊരു സോഷ്യൽ എക്സ്പെരിമെന്റ്. പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ നിന്നുണ്ടായ ഒരു വീഡിയോ. പിന്നെ നോർത്തിലെ കുറച്ച് റീലൊക്കെ കണ്ടപ്പോ നോർത്തിലെ റീല് ട്രൈ ചെയ്യാൻ ഇൻസ്പയർ ആയി. എന്തുകൊണ്ട് ഇവിടെ ചെയ്തുകൂടാ. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് ഇത് ഇവിടെ ചെയ്തു. നടിപ്പിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ സിക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു. സീക്ക് ഇത് നാളുകളായി എടുത്തൊരു ഇതാണ് റിസർച്ചിന്റെ ഭാഗം. പഴം അരിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയെന്നെ. അത് തന്നെ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഇവിടെ ആവശ്യമുള്ളവർക്ക് മാത്രം പഴം ചെയ്ത് കൊടുത്താൽ ട്രൈ ചെയ്യും. അതെ guys, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെയായിരിക്കും. ബൈ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സ്കൂള് വിട്ട് വരുന്ന പിള്ളേർക്ക് ഉറപ്പായിട്ട് കൊടുക്കുക. നല്ല രുചിയായിരിക്കും. OSB സിഗ്നേച്ചർ പേസ്റ്റ് ബൈ CK. അതുകൂടെ കൊടുക്കണം.